ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശഭൂമികളുടെ മേഖലകളിൽ നിന്ന് പുറത്തു പോകുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന പക്ഷം പുറത്തു പോവുക. വമ്പിച്ച ശക്തി കൂടാതെ നിങ്ങൾ പുറത്തു പോകുന്നതല്ല. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ആകാശം പൊട്ടിപ്പിളരുകയും അത് പനനീർ അഥവാ ചെമപ്പ് വർണ്ണമുള്ളതും എണ്ണ പോലെയും ആയിത്തീരുകയും ചെയ്താൽ അതെന്തൊരു ഭയങ്കരാവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? നരകമിതാണ് എന്ന് അവരോട് പറയപ്പെടും. അതിന്റെയും ചൂടേറിയ ചുട്ടുതിളക്കുന്ന വെള്ളത്തിന്റെയും ഇടയിൽ അവർ ചുറ്റിത്തിരിയുന്നതാകുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ുകൊണ്ടുള്ള വിരിപ്പുകളിൽ അവർ കിടക്കുന്നവരായും കൊണ്ട് സുഖം കൊള്ളും. രണ്ട് തോപ്പുകളിലെയും പഴങ്ങൾ വേഗം പറിച്ചെടുക്കത്തക്കവണ്ണം താഴ്ന്നു നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? കണ്ണുകളെ നോട്ടത്തെ നിയന്ത്രിക്കുന്ന തരുണികളുണ്ട്. ഇവർക്ക് മുമ്പ് അവരെ ഒരു മനുഷ്യനോ ജിന്നോ സ്പർശിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അവ രണ്ടിനു പുറമെ വേറെയും രണ്ട് സ്വർഗത്തോപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? കടും പച്ചയായ രണ്ടെണ്ണം. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? മന്ദമായി ഒഴുകുന്ന രണ്ടരുവികളുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അവ രണ്ടിലും പഴവർഗ്ഗങ്ങളും ഈത്തപ്പനയും ഉറുമാൻ പഴവുമുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അവയിൽ സുന്ദരികളായ ഉത്കൃഷ്ട സ്ത്രീകളുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അതായത് കൂടാരങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ട വെളുത്ത സുന്ദരികൾ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? പച്ച തലയണകളിലും അഴകേറിയ പരവതാനികളിലും ചാരി ഇരിക്കുന്നവരായും കൊണ്ട് അവർ സുഖം കൊള്ളും. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? മഹത്വവും ആദരവുമുള്ള താങ്കളുടെ രക്ഷിതാവിന്റെ നാമം വളരെ മേന്മയേറിയത് തന്നെ.